സംഭവം ഇപ്പം ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം ഒരു സംഘപരിവാർ ആശയമുള്ള ആളാണ്. നമ്മുടെ ഈ ചർച്ചയിലുള്ള SDP സുഹൃത്ത് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ്. അവസാനം ഇവിടെ ഒരു ഹമാസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ്. നിങ്ങൾ പോലും സ്വന്തം പരിധിയിൽ നിർത്താൻ പറ്റുന്ന എന്ത് മാജിക്കാണ് SDPIക്കുള്ളതെന്നാണ് ഞാൻ. ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. സംഗീത തന്തയാന്ന് തോന്നി. പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. ഇത്തരം വളരെ സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്കൂൾ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അതിനുശേഷം രാവിലെ ആരൊക്കെ ഉപദേശിച്ചതുപോലെ വീണ്ടും തിരുത്തുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടെ പിന്നെ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നു. പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവഴി അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്ന അനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടി ശ്രീ എം ആർ അഭിലാഷ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരൻ്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഒരു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് സമർപ്പിച്ചത്. സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിൻ്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ഏതെങ്കിലും നിലനിൽക്കുന്ന കോടതി വിധിയുടെയോ നിയമത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ളതാണോ? അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ മാത്രമല്ല, ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം? എല്ലാവരും വിളിച്ചു. വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം ഓവർ റൂൾ ചെയ്തു. കോടതിയിലിരുന്നല്ല, തൻ്റെ അറിവുകേടിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മുറിയിൽ കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം ഓവർ റൂൾ ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുപോലെ ഉപദേശം കൊടുത്തതാണ് അദ്ദേഹം ഉറക്കെ വായിച്ചത്. അതല്ല, ഈ ഡെപ്യൂട്ടി ഡയറക്ടർ വിവരദോഷി. അവിടെ വിവരമുണ്ടെന്ന് നാം കരുതുന്ന നിരവധി ആളുകളുണ്ടല്ലോ. ഇപ്പൊ രാഷ്ട്രീയ നിയമനമാണെങ്കിൽ പോലും അതിന് യോഗ്യതയുള്ളവരെയാണ് നിയമിക്കുന്നതെന്നാണല്ലോ ഇവരെല്ലാം അവകാശപ്പെടുന്നത്. മന്ത്രി സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? മന്ത്രിക്ക് കാര്യശേഷി ഇല്ലെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറവാണെങ്കിൽ അത് ഉപദേശിക്കാനാണല്ലോ ഇവരെയൊക്കെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്തൊരവസ്ഥയാണ്? ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. അദ്ദേഹം അതിനെ വീണ്ടും വഷളാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് എന്നതിൽ നമ്മളെല്ലാവരും തന്നെ ലജ്ജിക്കുകയാണ്. നമുക്ക് തീരെ വെളിവില്ലേ? ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻ എന്താണ് എന്നതിനെ കുറിച്ച് അറിയുമെന്ന് തോന്നുന്നില്ല. അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അറിയില്ല, അദ്ദേഹം ആ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന AEOയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണോ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. സംഭവം ഇപ്പം ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം ഒരു സംഘപരിവാർ ആശയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവരമില്ല, ഉദ്യോഗസ്ഥർക്ക് വിവരമില്ല, വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിവരമില്ല, പിന്നെ ആർക്കാ ഇതിനകത്ത് വിവരമുള്ള? ഇതിലെന്താ മനസ്സിലാക്കാൻ ഇത്ര വിഷമം? ശ്രീജിത്ത് പണിക്കർക്കാണ് വിവരമുള്ള. അല്ല, അദ്ദേഹം പറയുന്ന കുറെ കോടതിയുടെ വിധി ഞാൻ പറയാം. പിന്നെ 2018 കോടതിക്കെന്നാണ് വിവരം പറഞ്ഞത്. ആദ്യം അല്ല, ശ്രീജിത്ത് ആദ്യം പറഞ്ഞത്, ശ്രീജിത്ത് പറഞ്ഞത് ആദ്യം ഇവർക്കൊന്നും വിവരമില്ലെന്നാ പറഞ്ഞത്. സത്യം പറയുമ്പോൾ ഈ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ശ്രീജിത്തിനെ പിടിച്ച് വിദ്യാഭ്യാസ ഞാൻ പറയുന്നത് ശ്രീജിത്ത് എന്റെ സമയത്ത് ഞാൻ മിണ്ടില്ല. ശ്രീജിത്ത് ഉണ്ടായിരിക്കണം. രാവിലെ മന്ത്രി തിരുത്തി ഞാൻ അല്ല സാർ, ഇതൊന്നും അറിഞ്ഞില്ലപ്പോ. ഞാൻ വേറെ ചോദിച്ചോട്ടെ, സ്കൂൾ തീരുമാനിക്കാന്ന് പറയാണ്. ഇന്നലെ പറ്റില്ല എന്ന് പറഞ്ഞ മന്ത്രി ആരോട് ചോദിച്ചിട്ട് എനിക്ക് സമ്മതം ഇല്ല, തിരുത്തിയിട്ടില്ല. ആ വാർത്തകൾ ഫുൾ ആ വാർത്താ സമ്മേളനം ഫുള്ള് കണ്ടതാണ്. മന്ത്രി തിരുത്തായിരിക്കും. ഞാൻ ഇപ്പൊ മന്ത്രിനായിരിക്കാനൊന്നും വന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭരണഘടനയിൽ സത്യം ചെയ്ത് ഒരു മന്ത്രി അധികാരത്തിൽ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മറിച്ച് എന്ത് തീരുമാനമാണ് എടുക്കാൻ പറ്റുക? ഈ
അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മൗലികാവകാശം വെച്ചിട്ട് പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു 8 വയസ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പുറത്ത് നിർത്തുമ്പോൾ അഹങ്കാരി എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനൊരു കള്ളം പറയുന്നത്? ഡയറക്ടറുടെ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? ശരിയല്ല. റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് മനഃപൂർവ്വം കുഞ്ഞിനെ പുറത്താക്കി. നോൺ എൻറോൾമെന്റ് എന്നാണ് എക്സ്പ്ലനേഷൻ തന്നെ ചോദിച്ചിരിക്കുന്നത്. വ്യക്തമായി അറിയാതെയാണ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അയച്ചിരുന്നത്. സോ അങ്ങനെ ഒരു നോൺ എൻറോൾമെന്റ് ഇല്ല, ദർ ഇസ് നോൺ അഡ്മിഷന്റെ ഭാഗത്തും ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിനെ ജസ്റ്റ് പേരൻസിനെ അറിയിച്ചു. കണ്ടോ തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി കോയാക്കാം. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അതുകൂടെ താങ്കൾ മനസ്സിലാക്കണം. അതൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാണ് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയത്. അതുകൂടെ താങ്കൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോഴും ഇന്നും ഈ നിമിഷം വരെയും ആ കുട്ടി ആ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. അത് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പുറത്ത് പ്രചരിക്കുന്നത്. അതുകൂടി താങ്കൾ ഇതൊക്കെയാണ് താങ്കളെ പോലുള്ളവർ മനസ്സിലാക്കിയത്. ഇല്ലില്ല, ഞാൻ മനസ്സിലാക്കിയത് വളരെ കൃത്യമാണ്. ആ കുട്ടിയെ പുറത്താക്കിയില്ല എന്ന് പറയുമ്പോൾ പോലും നിങ്ങളുടെ സ്കൂളിൽ നിനക്ക് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത നിലയിൽ ഞാൻ TC ഇവിടെ തരും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോണ കല്ല് വെച്ച നോണ ആരും പറയുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും ഒരു ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് പോലും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന സ്കൂളിനെ തകർക്കുന്നതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയിൽ വന്നിരുന്ന ഇങ്ങനെ എല്ലാ വചനങ്ങൾ വിളിച്ചു പറയുന്നത്. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. ഞാൻ അതിന്റെ തെളിവ് കാണിക്കണോ? PTA പ്രസിഡന്റ് അതിന്റെ തെളിവ് കാണിക്കണോ? നിങ്ങൾ അവിടുത്തെ വീഡിയോ ദൃശ്യമാണ് ഇന്നലെ ലഭിച്ച വീഡിയോ ദൃശ്യം. ശ്രീ അൻസാരി രക്ഷകർത്താക്കൾ മാത്രമാണ് അത് രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അല്ലെ PTA പ്രസിഡന്റ് വരട്ടെ. അതാണ് പ്രശ്നം. ഒരു 10-5 പേര് വന്നിട്ട് ജോഷി 5-8 പേര് വന്നിട്ട് സ്കൂളിന്റെ സമാധാനം ശ്രമിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലമാണ്. പിന്നെ തനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവരെ താലം നൽകി സ്വീകരിച്ച് അകത്ത് കയറ്റി ഇരുത്തി ലഡുവും കൊടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. ഓഫീസ് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇതാണ് ശ്രീജിത്ത്. ഈ തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ ധരിപ്പിക്കുന്നു, മറ്റെന്തോ ധരിക്കുന്നു, കുട്ടിയെ പുറത്താക്കിയെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത് എന്തൊരു സിസ്റ്റമാണെന്ന് മന്ത്രി ധരിപ്പിച്ചിട്ടല്ല രഞ്ജിത്തെ നമ്മൾ എന്നോടുള്ള ചോദ്യം രഞ്ജിത്ത് ഇതിലൊരു പ്രശ്നം നമ്മുടെ ഈ ചർച്ചയിലുള്ള SDP സുഹൃത്ത് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ് എന്നാണ്. അല്ല, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. നിങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞോ? നല്ലല്ലോ ഞാൻ പറഞ്ഞു. നിങ്ങളെയാ പറഞ്ഞത്. നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പിന്നെ നാണക്കെടുത്തി. SDPI-കാരെന്നല്ല പറഞ്ഞേ. ഈ ചർച്ചയിലുള്ള SDPI അങ്ങയുടെ അവസരത്തിൽ മറുപടി പറയാമല്ലോ. ഇപ്പൊ മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. ആ സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട്, എല്ലാവർക്കും ബാധകമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓർ ഇൻ ദ സ്കൂൾ പ്രിമിസസ് ഓൺ റെഗുലർ വർക്കിംഗ് ഡേയ്സ് എക്സെപ്റ്റ് ഓൺ ദെയർ ബർത്ത്ഡേസ്. ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഇവർക്ക് എക്സംഷൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രിമൈസസിൽ അതിന്റെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. നിങ്ങൾ മതം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ക്ലാസ്സിൽ വെളിയിൽ നിൽക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. അങ്ങനെ ഹെക്കിൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാനേജ്മെന്റിനുമുള്ള റൈറ്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും നേടാനായിട്ട് കഴിയില്ല. അത് ഈ നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആണ്. SDPI-ക്ക് അറിയാമല്ലോ ഈ നാട്ടിൽ ഹൈക്കോടതി വിധി ഉണ്ടെന്ന്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ? വിഷയമാവില്ല. ആ ഹൈക്കോടതി വിധി 7 വർഷമായിട്ട് ഫൈനാലിറ്റി അച്ചീവ് ചെയ്തിട്ട് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? എന്തരാണെന്ന് അറിഞ്ഞൂടാ. ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന. നിങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനയിൽ 25, 26 മതസ്വാതന്ത്ര്യം കൊണ്ട് ഈ ഭരണഘടന തീർന്നു പോയോ? ഭരണഘടനയുടെ പേജ് 26-ാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞപ്പോൾ തീർന്നു പോയോ? അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ ആർട്ടിക്കിൾ ഉണ്ട്. ആ 30-ാമത്തെ ആർട്ടിക്കിളിലാണ് ഈ കാര്യം തീരുമാനിക്കാനായിട്ട് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എംപവർ ചെയ്തിരിക്കുന്നത്. പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ലതും? ഇതുവരെ കേരളത്തിലെ മുസ്ലിംസ് ലോകത്തെ ഏതൊരു പ്രദേശത്തെ മുസ്ലിങ്ങളെക്കാട്ടും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവിടെ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിലാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണെങ്കിലും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ നമ്മളെ ഗ്രാൻഡ് ഇസ്ലാമിക് പീഡിപ്പിക്കപ്പെടുന്ന നെഗറ്റീവിലേക്ക് കൂട്ടിച്ചേർത്ത് ഈ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ട് അവസാനം ഇവിടെ ഒരു ഹമാസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണത്. നിങ്ങൾ ചെറിയ പദ്ധതിയൊന്നുമല്ല. എന്തൊക്കെ ഈ കൊച്ചു നാട്ടിൽ നടക്കുന്നത്?
അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ കുട്ടി 4 മാസം അവിടെ പോയി അന്നവൻ പ്രശ്നമില്ല. ഈ സ്കൂളിൻ്റെ മെനു പിന്നെ ബൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പറഞ്ഞ മത ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പം പിന്നെ എന്തിനാണ് അവിടെ ചേർക്കുന്നത്? വേറെ ഒരുപാട് സ്കൂളുകളില്ലേ? കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂടെ ചർച്ചയ്ക്ക് വന്നത് SDPI ആണ് ആണെങ്കിൽ എന്തുകൊണ്ട് സംശയിച്ചൂടാ? അത് കറക്റ്റാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിട്ടുള്ള സാഹചര്യം വരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ പോലും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ സ്കൂളിന് മാറേണ്ടി വന്നു. നമ്മൾ ആലോചിക്കുക, ഇത് നമ്മുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ? ഞാനും ഞെട്ടിടാ. 4 ദിവസത്തിന് ശേഷമാണ് BJPയുടെ പ്രതിനിധി എത്തുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ കണ്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ മലക്കം മറിച്ചിൽ നമ്മൾ കണ്ടു. അവിടെ അതൊറ്റ കാര്യമേ ഉള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് ബാങ്ക് ആവശ്യമുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മലക്കം മറിഞ്ഞതാണത്. വളരെ ക്ലിയർ ആയിട്ട് SDPI പോലെയുള്ള ഒരു മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ശ്രീ ശിവൻകുട്ടി ആദ്യം ഒരു തീരുമാനം പറയുകയും ഇപ്പൊ മലക്കം മറിയുകയും ചെയ്തിരിക്കുന്നത്. SDPIയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ശ്രീ അൻസാരി സംസാരിക്കുന്നുണ്ടല്ലോ, കർണാടകയിലും മംഗലാപുരത്തും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഈ രാജ്യത്ത് ഒരു മതാചാരത്തിന്റെ പേരിൽ, ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഭരണത്തെ പോലും, നിലവിലുള്ള ഭരണത്തെ പോലും അട്ടിമറിക്കാമെന്ന് ചിന്തിച്ചവരാണ്. അതിന്റെ പിറകിൽ അന്ന് അവിടെ PFI ആയിരുന്നുവെങ്കിൽ അതിന്റെ മാറിയ ഒരു വേർഷനാണ് SDPI എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. എറണാകുളത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡനെ പോലും സ്വന്തം വരുതിയിൽ നിർത്താൻ പറ്റുന്ന എന്തു മാജിക്കാണ് SDPIക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുനമ്പത്തും അവരെ വരുതിയിൽ നിർത്തി നിങ്ങൾ ഇങ്ങനെ കേരളത്തിലെ CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരെയും മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ വരുതിക്ക് നിർത്തുകയാ. അതിന്റെ എന്തു മാജിക്കാണ് SDPIയുടെ കയ്യിലുള്ളത്? ശരി, അപ്പൊ ഇവിടെ എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മാജിക് ഒന്നുമല്ല. ഇത് ലോകത്ത് കണ്ടുവരുന്ന ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ്, അതിന്റെ ബാക്കിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതിരി ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. ഈ SDPI എന്ന് പറയുന്ന പാർട്ടി ആണെങ്കിലും അവർ പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിക് ജിഹാദിനെയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ്. ആ ജിഹാദിലൂടെ ഇന്ത്യയുടെ ഭരണം അത് മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെക്കുന്ന സംഗതിയാണ്. ആ സാധനം ഇവിടെ ഇറക്കുമതി ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ജിഹാദ് എവിടെയാണ് അന്വേഷണങ്ങൾ നടക്കുന്നു വേണം. നിങ്ങളുടെ തന്നെ കസേരയുടെ മൂട്ടിൽ ഇരിക്കുന്നുണ്ട്, അതിന്റെ ഡോക്യുമെന്റ് എടുത്ത് വായിച്ചു നോക്കുക. മിഷൻ 2047 ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ കുഴിച്ചു വെക്കുന്ന കുഴിയിൽ വന്നു ചാടുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഇവിടുത്തെ ഇടതുപക്ഷം. അതുകൊണ്ട് കേട്ടോടെ നല്ലത്. ഇനി തീരുമാനമെടുക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. ഒരു മെമ്പറുടെ നമ്പർ എടുക്കാം, അതല്ലെങ്കിൽ ആ വാർഡ് മെമ്പറുടെ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്പർ എടുക്കാം. അതൊന്നും എടുക്കാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ പറയുന്ന അധ്യാപകൻ, ആ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്കോ SDPIക്കാരനെ വിളിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ABCD അലിഫ് ബാത്ത അതൊക്കെ നമുക്കും അറിയാം. തരികിട ഇവിടെ എടുക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഇസ്ലാമോ ലെഫ്റ്റ് അത് നടത്തി വരുന്ന ആ കൂട്ടുകെട്ടിന്റെ പച്ചയായ ഒരു മാനിഫെസ്റ്റേഷൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്നത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ലോകത്ത് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടാൽ മനസ്സിലാക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിപ്പ് ഇനി ഇവിടെ കുക്ക് നഹി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. കേരളത്തിൽ വലിയ ജീവിക്കുന്നത് അല്ല, സംഗീത തന്തയാൻ തോന്നി. ഇപ്പൊ ആഹാരം കഴിക്കുന്ന മെമ്പറും ജനപ്രതിനിധിയൊക്കെ ഇവിടെ ഇത് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഹൈബിയുടെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു, പിന്നെ ശിവൻകുട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഹൈജാക്ക് ചെയ്യാന്നുള്ളതല്ല, ഇന്ത്യ ഭരിക്കുക. അത് ശരി, അങ്ങനെ സത്യം പറയില്ല. പോപ്പുലർ ഫ്രണ്ടുകാരെ വിളിക്കണം എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ അതുകൊണ്ടാണ് മനസ്സിലായല്ലോ. നിങ്ങൾ വെറുതെ കടന്നു ജനാധിപത്യപരമായി മനസ്സിലാക്കാനുള്ള ബോധം ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണും. പിന്നെ വോട്ട് തെരഞ്ഞെടുപ്പിലൂടെ ഈ കേരളത്തിലൊന്നും മത്സരിക്കാൻ കഴിയില്ലേ? SDPക്ക് മത്സരിക്കാൻ ഭരിക്കാൻ കഴിയില്ലേ? അതിനൊക്കെ ഒരു അവസരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. പക്ഷെ ഇവിടെ ഈ പ്രശ്നം തന്നെ ഉണ്ടാക്കിയത് SDPI ആണെന്ന് സ്കൂളിലെ രക്ഷാകർതൃ സമിതിയുടെ അധ്യക്ഷൻ പറയുന്നു. മാതാപിതാക്കളോടൊപ്പം ഒരു പ്ലാനോടുകൂടി അവിടെ എത്തിയത് SDPI നേതാക്കളാണെന്ന് പറയുന്നു. അങ്ങനെ പ്രശ്നമുണ്ടാക്കിയ സംഘടനയുടെ പേര് പോലും പറയാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് നാവ് പൊന്താത്തത് എന്താണ്?
ഈ മുതലെടുപ്പിന് ശ്രമിക്കുന്ന SDPI എന്നുകൂടി ശ്രീ ഹൈബി ഈഡൻ പറഞ്ഞിരുന്നുവെങ്കിൽ അത് മതേതര കേരളത്തിന് ഒരു മാതൃകയാവുമായിരുന്നു.